ലാഭത്തിന്റെ 50% അല്ലെങ്കിൽ 60% അല്ലെ 40%, 1% നിശ്ചയിച്ചിട്ട് ആ ലാഭത്തിൽ നിന്ന് കിട്ടുന്ന ആ ശതമാനം അയാൾക്ക് മാസം കൊടുക്കണം. അപ്പൊ 10 ലക്ഷത്തിന് ചിലപ്പോൾ കച്ചവടം ചെയ്താല് അയാൾക്ക് ഒരു മാസം കൊണ്ട് 40,000 രൂപ ലാഭം കിട്ടിയാൽ 20,000 രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ ചൂടായി, എനിക്ക് 5,000 പോരാ, എനിക്ക് 5,000 പോരാ, 10,000 തന്നെ വേണം മാസം തന്നെ. പലിശാണ് എണ്ണ കിട്ടാണ്ടത് ആളെ കച്ചവടം നഷ്ടപ്പെട്ട എന്നാലും 10,000 വേണമെന്ന് പറഞ്ഞാൽ പലിശാണ്. ആ നിലയ്ക്ക് പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു ഗതികേട് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് ഉള്ളത് കൊണ്ട് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന മഹാന്മാരൊക്കെ അങ്ങനെയാണ്. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. സിദ്ദീഖുകൾ വീട്ടിൽ ഒരു ദിവസത്തേക്ക് അത്യാവശ്യമായത് മാത്രം ഭാര്യനെ കൊടുക്കും. ഭാര്യ അത് തന്നെ അതിനേക്കാൾ അത്യാവശ്യമാക്കിയിട്ട് അല്പം എടുത്തെടുക്കും. സിദ്ദീഖുകൾ പറയൂല, കൊടുക്കുന്നതിന് ആ കിട്ടുന്നതിന് ഒന്നുകൂടി മതിയാക്കുന്ന അവസ്ഥയിൽ വെച്ചിട്ട് അല്പെടുത്തെടുക്കുക. ഒരവസരം വന്നപ്പോ ഭാര്യയുടെ കയ്യിൽ കുറച്ച് പൈസ ഇതെവിടുന്ന് കിട്ടി, ഇത് നിങ്ങൾ എനിക്ക് തരുന്ന ചെലവിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെച്ചിട്ടാണ്. ആ അല്പത്ര അത് കുറച്ചാ പിന്നെ അത് കുറച്ചുണ്ടാ പിന്നെ കൊടുക്കുന്നത്. തുണി ഉണ്ടെന്ന് വന്നപ്പം എല്ലാവർക്കും കിട്ടിയ പോലെ അല്ലാത്ത ഒരു തുണി ഉണർന്ന് കിട്ടിയെന്ന് പറഞ്ഞ് വെച്ചുണ്ടാക്കി. അപ്പൊ മകൻ പറഞ്ഞത് എന്റെ മോഹന് ഞാൻ എന്റെ പിതാവിന്റെ കൊടുത്തതാണ്. ഇങ്ങനൊക്കെയാണ് അവരുടെ പ്രയോഗങ്ങളും പെരുമാറ്റങ്ങളും ജീവിതങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക, അത് വീട്ടിൽ പഠിപ്പിക്കുക. നാം വീട്ടിൽ അല്ലാണ്ട് ഇഷ്ടം പോലെ കൊടുത്തിട്ട്. എനിക്കറിയാം ഈ കൊറോണയുടെ ശേഷം 2-3 കുടുംബബന്ധങ്ങൾ തകരാറിലാവാനുള്ള കാരണം സാമ്പത്തികമായി ചെറുപ്പക്കാരൻ തകർന്നു പോയതുകൊണ്ട്. 2-3 കുടുംബം തലാഖിൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വാശി പിടിച്ചു, എനിക്ക് തലാഖല്ലാതെ വേറൊന്നും വേണ്ട. എന്താ അവർക്ക് പറയാനുള്ളത്? അവന്റെ വീട്ടിൽ അങ്ങനെയാണ്, ഓന്റെ വാപ്പ അങ്ങനെയാണ്, ഓന്റെ മക്ക അങ്ങനെയാണ്, അടുത്ത് പോകാൻ പറ്റില്ല. എന്നാ പിന്നെ വേറെ താമസിക്കാം, അത് ശരിയാവില്ല. ഓന്റെ വേറെ കാരണമൊന്നും പറയാനില്ല. ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് കാര്യം അന്വേഷിച്ച് പറയുന്നത്, ഉസ്താദെ 3 കച്ചവടം ഗൾഫിലുണ്ടായിരുന്നു, നല്ല ഉഗ്ര കച്ചവടം. മാസത്തിൽ എന്റെ ഭാര്യയ്ക്ക് മാത്രം ഞാൻ 30,000-40,000 രൂപ അയച്ചു കൊടുത്തു. ഓളെ കൂടെ പൊളിച്ചോണ്ടിരിച്ചു. 40,000 രൂപ മാസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പണിപ്പെടേണ്ടി വരും. ആ നമുക്ക് ഫാസ്റ്റ് ഫുഡ് മാത്രം തിന്നു. അവർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മുന്തിയ ടെക്സ്റ്റൈൽ
സാമ്പത്തികമായി തകർന്നപ്പോഴേ ഭർത്താവിനോട് തലാഖ് വാങ്ങിയിട്ട് പിന്തിരിഞ്ഞു പോയ ഭാര്യമാർ എനിക്കറിയാം അവസരം. അത് നേരത്തെ 40,000 അയച്ചു കൊടുക്കാൻ ഉണ്ടായപ്പോൾ തന്നെ 10,000 രൂപ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ പ്രശ്നമുണ്ടാവില്ല. ഇപ്പോഴും കൊടുക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാഗമാണ്. വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങുമ്പോഴേ അനാവശ്യത്തിന് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതിന് പകരം വീട്ടിലേക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ, എന്നിട്ട് മറ്റേതെങ്കിലും ആവശ്യക്കാരുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു. ഇതൊക്കെ തഖ്വയുടെ ഭാഗങ്ങളിൽപ്പെട്ടതാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ഹിയ സീനത്തുൻ നജാത്ത് യൗമൽ ഖിയാമ ഹിയ ഇൽതിസാമു തഅത്തില്ലാഹി വ തഅത്ത് റസൂലിഹി വഹിയ ശുലൂഖു തരീഖിൻ നബിയ്യി വതകൂനു ബിൽതിസാമി മാ ഫറദല്ലാഹു വജ്തിനാബി മാ ഹറമല്ലാഹ്. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള കൽപ്പനയാണ് തഖ്വ. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും പൂർണ്ണമായി അനുസരിച്ച് നടക്കലാണ്. അല്ലാഹു നിർബന്ധമാക്കിയത് അനുസരിച്ച് പ്രവർത്തിക്കുകയും അല്ലാഹു തആല ഹറാമാക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് ശരിയായ തഖ്വ എന്ന് പറയാം. അവൻ മുത്തഖിയാണെന്ന് പറഞ്ഞാൽ لا يكون العبد من المتقين حتى يدع ما لا بأس به حذرا مما به بأس. ഒരാൾ പറഞ്ഞു ചോദിക്കുക, ഉസ്താദേ ഫോണിൽ സിനിമ കാണാൻ പറ്റുമോ? ഫോണിൽ സിനിമ കാണാൻ പറ്റുമോ? ഒരു ഉമ്മയും ബാപ്പയും ഒരേപോലെ താമസിക്കുന്നത്, പക്ഷെ ഒരേപോലെ വണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ട്. ഒരേപോലെ വരുത്തിയിരിക്കൂല, വരുത്തിയെ കിടക്കൂല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യൂല. നല്ല പൈസ അപ്പോഴാണ് ഈ ഉമ്മാന്റെ ഹജ്ജിന് പോകാൻ ഒരു മൊയ്യാനോട് പോയിട്ട് ഉമ്മ മസല ചോദിച്ചു, ഈ ഭർത്താവിന്റെ സമ്മതമല്ല, ഞങ്ങളുടെ തെറ്റിലാണ്, അതിനെ കൊണ്ട് എനിക്ക് സമ്മതമല്ലാണ്ട് അച്ഛനാവാൻ പറ്റുമോ ചോദിച്ചു. അതിന് പോകുന്നു. അങ്ങനെയാണ് ഇയാൾ ഞാൻ എന്നോട് ഇങ്ങനെ പോകാൻ പറ്റില്ല, എന്നാ പിന്നെന്താ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള് മറ്റേ മലയാളികളെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഏത് മലയാളത്താ പോയതൊക്കെ ഓർമ്മ. എന്നാ പിന്നെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ചോദിക്കേ, അല്ലെങ്കിൽ അവരുടെ അടുത്തെത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് പോകാനുള്ള പൈസ ഒക്കെ കൊടുത്തു. ആ ടീമിനെ മൊത്തം പറ്റിച്ച് വലിയ ഹജ്ജിനെ ഇതായില്ല. ഈ പെണ്ണായിരിക്കും എന്തോ ഹലാലാക്കി കൊടുക്കാനാണ് പോ. അല്ലാഹു തആല ഹറാമാക്കിയത്
ഇന്നല്ലാഹ യുക്രിമുൽ മുത്തഖീന ഇൻദൽ മഹ്ശർ വഫീ മവാഖിഫിൽ ഖിയാമ